കൂട്ടക്കൊല ആരോപണം അന്വേഷിക്കാൻ കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തി. പ്രണബ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. SP അനു ചേതൻ ഇന്നലെ രാത്രിയോടെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി ഫയലുകൾ ശേഖരിച്ചു. ധർമ്മസ്ഥലയിൽ നിന്ന് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് അർച്ചന രവീന്ദ്രൻ. അങ്ങനെ പല ആളുകൾ നിയോഗിക്കപ്പെടുകയും മാറുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഇപ്പോൾ ആദ്യമായി അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ സുജയ, അതുതന്നെയാണ് പല ആളുകൾ അന്വേഷിച്ച ഒരു സംഭവമായിരുന്നു. എന്നാൽ തന്നെയും അത് അവസാനമാകുന്ന സമയത്ത് ആളുകളെല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും ഇന്നലത്തോടെ SIT പുതിയ സംഘം ഈ ഒരു ധർമ്മസ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് ധർമ്മസ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായി ഫയലുകളും പരിശോധിച്ച് പരിശോധിച്ച ശേഷം മംഗലാപുരത്തേക്ക് നീങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ മംഗലാപുരത്തേക്ക് പോയ ഒരു സാഹചര്യം തന്നെയാണ് SIT ഉദ്യോഗസ്ഥർ. നിലവിൽ അവർ ഇവിടെയില്ല. തുടർന്ന് ഇന്നലെ തന്നെ ധർമ്മസ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവർ വിവിധ ഫയലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങി എന്ന കാര്യം നമുക്ക് പറയാനും സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ബെലത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ വെച്ചും ഒരുപാട് ഫയലുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് അവർ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്റ്റേഷന് തൊട്ടപ്പുറത്താണ് SITയുടെ പുതിയ ഓഫീസ് ഉള്ളതും. ആ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരത്തിൽ അന്വേഷണങ്ങളെല്ലാം നടക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന അത്രയും വലിയൊരു സംഭവം തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും അത്തരത്തിലാണ് കർണാടക സർക്കാർ ഈ ഒരു SIT തലവന്മാരെ അല്ലെങ്കിൽ SIT ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന കാര്യം നമുക്ക് തീർച്ചയാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക എന്ന കാര്യമാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ, കൃത്യമായ ഒരു മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഒരു വഴിത്തിരിവുണ്ടാവുക അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാകൂ എന്ന കാര്യം തന്നെ നമുക്കിപ്പോൾ അറിയാനും സാധിക്കുന്നു. അതിനുശേഷമായിരിക്കും ബാക്കി, അതായത് ആ ഒരു സ്ഥലം, ആ ഒരു ധർമ്മസ്ഥലത്തിന്റെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ആ ആളൊഴിഞ്ഞ പറമ്പടക്കമുള്ള സ്ഥലങ്ങൾ അവിടെ അന്വേഷിച്ചുള്ള അല്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുക അതിനുശേഷം മാത്രമായിരിക്കും എന്ന കാര്യമാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളുടെ അവരുടെ ഭാഗത്ത് നടക്കും എന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും പ്രണബ് മൊഹന്തിയുടെ ആ ഒരു അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നു. ഇനി അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. ധർമ്മസ്ഥലയിൽ ദുരൂഹതകൾ തുടരുകയാണ്. ധാരാളം പെൺകുട്ടികളെയും സ്ത്രീകളെയും അവിടെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ജീവനക്കാരൻ, ആ ജീവനക്കാരനിൽ നിന്നുള്ള മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഫയലുകളൊക്കെ ശേഖരിച്ചിരിക്കുന്നു. അന്വേഷണത്തിന് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും തത്സമയം ധർമ്മസ്ഥലയിൽ നിന്ന്.